നമസ്കാരം. പശ്ചിമേഷ്യയിൽ ഇറാൻ അമേരിക്ക യുദ്ധം കൊടുമ്പിരി കൊള്ളവേ വിമാനയാത്രക്കാരെ പിഴിഞ്ഞുകൊണ്ട് എയർ ഇന്ത്യയുടെ പുതിയ പരിഷ്കാരം. വിമാന ഇന്ധനവില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ ആഭ്യന്തര അന്തർദേശീയ സർവീസുകൾക്ക് ഇന്ധന സർചാർജ് ഏർപ്പെടുത്താനാണ് വിമാന കമ്പനിയുടെ തീരുമാനം. 3 ഘട്ടങ്ങളിലായി നിരക്ക് വർധനവ് നടപ്പിലാക്കുമെന്നും എയർ ഇന്ത്യ ഔദ്യോഗികമായി അറിയിച്ചു. വ്യാഴാഴ്ച പുലർച്ചെ 1 മുതൽ ബുക്ക് ചെയ്യുന്ന ആഭ്യന്തര സർവീസുകളിലെ ടിക്കറ്റുകൾക്കൊപ്പം 399 രൂപ അധികമായി ഈടാക്കും. തങ്ങളുടെ നിയന്ത്രണത്തിനപ്പുറമുള്ള കാര്യങ്ങളാണ് ഈ തീരുമാനത്തിന് പിന്നിലെന്നും യാത്രക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടിൽ ഖേദിക്കുന്നുവെന്നും എയർ ഇന്ത്യ വ്യക്തമാക്കി. നിരക്ക് വർദ്ധിപ്പിക്കാതെ മറ്റ് വഴികളില്ല എന്നാണ് കമ്പനിയുടെ വാദം. സർചാർജ് പുതുക്കി നിശ്ചയിച്ചില്ലെങ്കിൽ പല വിമാന സർവീസുകളും സാമ്പത്തികമായി ലാഭകരമല്ലാത്ത അവസ്ഥയിലാകുമെന്നും അവ റദ്ദാക്കേണ്ടി വരുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. യാത്രാ ചെലവ് പോലും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ സർവീസുകൾ നിർത്തലാക്കാതിരിക്കാനുള്ള ഏക മാർഗം ഈ അധിക നിരക്ക് ഈടാക്കുക എന്നതാണെന്നും എയർ ഇന്ത്യ വിശദീകരിച്ചു. പശ്ചിമേഷ്യയിലെ യുദ്ധസമാനമായ സാഹചര്യം ഇന്ധന വിപണിയെ തകിടം മറിച്ചതോടെ വരും ദിവസങ്ങളിൽ മറ്റ് വിമാന കമ്പനികളും സമാനമായ രീതിയിൽ നിരക്ക് വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. എയർ ഇന്ത്യ പ്രഖ്യാപിച്ച പുതിയ ഇന്ധന സർചാർജ് പ്രകാരം ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിമാനങ്ങൾക്ക് $10, ഏകദേശം 830 രൂപ അധികമായി നൽകണം. എന്നാൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുള്ള യാത്രക്കാർക്ക് $30 മുതൽ $90 വരെയും തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് $20 മുതൽ $60 വരെയുമാണ് വർധനവ്. അതേസമയം സാധാരണക്കാരായ പ്രവാസികൾക്ക് ആശ്വാസമായി ടാറ്റയുടെ കീഴിലുള്ള ബജറ്റ് എയർലൈനായ എയർ ഇന്ത്യ എക്സ്പ്രസ് തൽക്കാലം സർചാർജ് വർദ്ധിപ്പിക്കില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. അതേസമയം പശ്ചിമേഷ്യയിൽ യുദ്ധം കടക്കുന്ന സാഹചര്യത്തിൽ ഇന്ധനവിലയിൽ അതിഭീകരമായ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. വിമാന കമ്പനികളുടെ പ്രവർത്തന ചെലവിന്റെ 40% വിമാന ഇന്ധനത്തിനാണ് ചെലവാകുന്നത്. മാർച്ച് മാസം മുതൽ ഇന്ധനവിലയിൽ ഉണ്ടായ വൻ വർധനവ് വിമാന കമ്പനികളെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഡൽഹി, മുംബൈ തുടങ്ങിയ മെട്രോ നഗരങ്ങളിലെ ഉയർന്ന നികുതിയും വാറ്റും ഈ പ്രതിസന്ധിയുടെ ആഘാതം വർദ്ധിപ്പിക്കുമെന്ന് എയർ ഇന്ത്യ പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി. യുദ്ധം കേവലം വിമാനയാത്രയെ മാത്രമല്ല, ലോകത്തിന്റെ ഊർജ്ജ ലഭ്യതയും ബാധിച്ചിരിക്കുകയാണ്. ഖത്തറിലെ ഗ്യാസ് പാടങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തെ തുടർന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിവാതക കയറ്റുമതി കമ്പനിയായ ഖത്തർ എനർജി ഉൽപാദനം നിർത്തിവെച്ചു. ഹോർമൂസ് കടലിടുക്ക് 2 ആഴ്ചയായി യുദ്ധമേഖലയായി തുടരുന്നതിനാൽ 750-ലേറെ ചരക്ക് കപ്പലുകൾ വിവിധ തുറമുഖങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ആവശ്യമായ പ്രകൃതിവാതകത്തിന്റെ 50% ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യയെ ഈ സാഹചര്യം വല്ലാതെ ബാധിക്കും. ഇതിൽ 20% ഖത്തറിൽ നിന്നാണ് എത്തുന്നത്. പ്രതിസന്ധി നേരിടാൻ പെട്രോളിയം മന്ത്രാലയം പുതിയ മാർഗനിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട്. രാജ്യത്തെ വിവിധ മേഖലകളെ 4 മുൻഗണനാ വിഭാഗങ്ങളായി തിരിച്ചാണ് ഇനി വാതക വിതരണവും നിയന്ത്രിക്കുക. അതേസമയം രൂക്ഷമായ സംഘർഷം തുടരുന്നതിനിടെ പരസ്പരം ഭീഷണികൾ മുഴക്കുകയാണ് US-ഉം ഇറാനും. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള എണ്ണയുടെ ഒഴുക്ക് തടയുന്ന തരത്തിൽ ഇറാൻ എന്തെങ്കിലും ചെയ്താൽ ഇപ്പോഴുള്ളതിനേക്കാൾ 20 മടങ്ങ് ശക്തിയോടെ ആക്രമിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു. പിന്നാലെ ട്രംപിന് നേരെ ഭീഷണിയുമായി ഇറാൻ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ സെക്രട്ടറി അലി ലാരിജാനിയും രംഗത്തെത്തിയിരുന്നു.